കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കുന്ന രാഷ്ട്രീയവൽക്കരണം വിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നതായി മുൻ മന്ത്രിയും MLA-യുമായ AP അനിൽകുമാർ. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു ഭാഗത്ത് അവകാശപ്പെടുകയും വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടി എന്നൊക്കെ ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയും ഇന്ന് പ്രൈമറി സെക്ടർ മുതൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ വരെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് കോളേജുകളിൽ നിന്ന് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നമ്മുടെ കലാലയങ്ങളിലുള്ള അഡ്മിഷന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഞാൻ തന്നെ കഴിഞ്ഞ നിയമസഭയിൽ ഒരു ചോദ്യം നൽകി കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയാലും ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ഒക്കെ തന്നെ എല്ലാ കോളേജുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരും. നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റ് സംസ്ഥാനങ്ങളെയും ലോകത്തിന് ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന സാഹചര്യം ഇന്നുണ്ടാകും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിശ്വാസക്കുറവ് അതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈമറി സെക്ടർ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കാര്യങ്ങളിലും വലിയ അവകാശവാദങ്ങളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചിത്രം മറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. വളരെ വലിയ പ്രതിസന്ധിയാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിട്ടുള്ള അപജയം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഓരോ വർഷവും കുട്ടികൾ കുറഞ്ഞു വരുന്നതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 9 മണിക്ക് തിരൂരിൽ സംഗമം റെസിഡൻസിലെ ആര്യാടൻ മുഹമ്മദ് നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് R. അരുൺകുമാർ സമ്മേളനത്തിന് പതാക ഉയർത്തി. തുടർന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. മനോജ് വാർഷിക റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ KA. വർഗീസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ്, സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീരംഗം ജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മനോജ് ജോസ്, നീൽ ടോം, TN വിനോദ്, സംസ്ഥാന സെക്രട്ടറിമാരായ രാജേഷ് ജോസ്, ഡോക്ടർ J. ഉണ്ണികൃഷ്ണൻ, മീന എബ്രഹാം, ഉണ്ണികൃഷ്ണൻ K, ബിനീഷ് KR, ജിജി ഫിലിപ്പ്, ജെയിംസ് MU എന്നിവർ ആശംസകൾ നേർന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ നിലവാര തകർച്ചയിലേക്ക് നയിക്കുന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണമടക്കമുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ഹയർ സെക്കൻഡറിയെ നിലനിർത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്വാഗത സംഘം കോർഡിനേറ്റർ UT അബൂബക്കർ സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ P. ഇഫ്തിഖാറുദ്ദീൻ, ജോയിന്റ് കൺവീനർമാരായ രഞ്ജിത്ത് VK, ഡോക്ടർ പ്രദീപ് കറ്റോട്, ഡോക്ടർ പ്രവീൺ AC എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.